ആക്ച്വലി ദർ വാസ് നോ ന്യൂസ് ഫ്രം ഫ്രാങ്ക് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ഫ്രാങ്കിൽ നിന്ന് ഒരു വിവരവും ഇല്ലായിരുന്നു. അങ്ങനെ മിസ്റ്റർ ഗുപ്ത ഫ്രാങ്കിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു? ദ ഓൺലി ന്യൂസ് ദാറ്റ് ദേ ഗെറ്റ് ഫ്രം ഇന്ത്യ വാസ് ഫ്രാങ്ക് വാസ് ഫൈറ്റിംഗ് ഇൻ ദ പഞ്ചാബ്. അവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു? ഫ്രാങ്ക് പഞ്ചാബിൽ ഒരു യുദ്ധത്തിലാണ്, ഒരു പോരാട്ടത്തിലാണ് എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഏക വാർത്ത. ആഫ്റ്റർ റിസീവിങ് ദിസ് ന്യൂസ് മിസ്സിസ് ക്ലിഫോർഡ് ബിക്കെയിം എ പേഷ്യൻറ്റ്. ഈ ഒരു വാർത്ത കേട്ട സമയത്ത്, അതായത് അവരുടെ മകനായിട്ടുള്ള ഫ്രാങ്ക് ഇന്ത്യയിൽ യുദ്ധത്തിലാണ് എന്ന് കേട്ട സമയത്ത് മിസ്സിസ് ക്ലിഫോർഡ് രോഗിയായി മാറുകയാണ്. ഹെർ കണ്ടീഷൻ ബിക്കെയിം മോർ സീരിയസ് ബിക്കോസ് ഓഫ് ഹെർ തോട്ട്സ് അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. മകനായിട്ടുള്ള ഫ്രാങ്കിനെ കുറിച്ചുള്ള ചിന്തകളാൽ അമ്മയുടെ അസുഖം മൂർജിക്കുകയാണ്. മാഗി വാസ് അണേബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഓഫ് ഹെർ മദേഴ്സ് സീരിയസ് കണ്ടീഷൻ. അമ്മയുടെ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥ കൊണ്ട് തന്നെ മാഗിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുമില്ല. സോ മാഗി റൈറ്റ്സ് ടു മിസ്റ്റർ ഗുപ്ത അബൌട്ട് ദിസ് സിറ്റുവേഷൻ ആൻഡ് ഇൻവൈറ്റ്സ് ഹിം ടു ഹെർ ഹൗസ്. ഈ ഒരു മോശം അവസ്ഥകൾ അറിയിച്ചുകൊണ്ട് മാഗി മിസ്റ്റർ ഗുപ്തക്ക് ഒരു കത്ത് അയക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. വെൻ മിസ്റ്റർ ഗുപ്ത വിസിറ്റ്സ് മാഗീസ് ഹൗസ് മാഗി മേക്സ് എ റിക്വസ്റ്റ് ടു ഹിം. അങ്ങനെ മാഗിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മിസ്റ്റർ ഗുപ്ത മാഗിയെ സന്ദർശിക്കുന്ന സമയത്ത് മാഗി അദ്ദേഹത്തിനോട് ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ നടത്തുകയാണ്. എന്താണ് മാഗി ഗുപ്തയോട് പറയുന്നത്? ഷീ റിക്വസ്റ്റ് ഹിം ടു ഗേസ് ഇൻ ടു ദ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ റിംഗ്. മാഗി ഗുപ്തയോട് നടത്തുന്ന ഒരു റിക്വസ്റ്റ് എന്തായിരുന്നു? ടു ഗേസ് ഇൻ ടു ദ റിംഗ്, ആ ഒരു റിങ്ങിൽ നോക്കുക, സൂക്ഷിച്ച് നോക്കുക. ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ, ആ ഒരു റിങ്ങിൽ നോക്കിക്കൊണ്ട് അമ്മയോട് പറയുക ഫ്രാങ്കിനെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതും ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളും അമ്മയോട് പറയാനായിരുന്നു മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ റിംഗ്, റിങ്ങിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും. മിസ്റ്റർ ഗുപ്തയോട് മാഗി ഇങ്ങനെ ഒരു അപേക്ഷിക്കാനുള്ള കാരണം എന്തായിരുന്നു? If Mr. Gupta tells Mrs. Clifford that Frank is alive and well, it will help her to recover. മാഗിക്ക് അറിയാമായിരുന്നു മിസ്റ്റർ ഗുപ്ത ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ഒരു മോതിരത്തിൽ നോക്കിയിട്ട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ അമ്മയുടെ അസുഖം ഭേദമാകും എന്ന് മാഗിക്ക് അറിയാമായിരുന്നു. കാരണം എന്താണ്? ദ റിംഗ് വാസ് സോ സ്പെഷ്യൽ ടു മിസ്സിസ് ക്ലിഫോർഡ്. ഈ ഒരു മോതിരം അത്രത്തോളം മിസ്സിസ് ക്ലിഫോർഡിന് സ്പെഷ്യലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സെൻഡ് ബൈ ഹെർ സൺ ഫ്രാങ്ക് ഫ്രം ഇന്ത്യ. കാരണം എന്താണ്? ഈ ഒരു റിങ് ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള ഒരു റിങ്ങാണ്. ആ ഒരു റിങ്ങിൽ അവൾക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. മിസ്റ്റർ ഗുപ്ത ഡിഡ് അക്കോർഡിംഗ്ലി ആൻഡ് ദിസ് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർ ഫ്രം ഇൽനെസ്. അങ്ങനെ മാഗി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റർ ഗുപ്ത ചെയ്യുകയാണ്. അങ്ങനെ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ അസുഖം ഭേദമാവുകയും ചെയ്യുകയാണ്. അതായത് മാഗി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്റ്റർ ഗുപ്ത ആ ഒരു റിങ്, ആ ഒരു മോതിരം എടുത്തുകൊണ്ട് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മുമ്പിൽ വെച്ച് അതിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫ്രാങ്കിന് കുഴപ്പങ്ങളൊന്നുമില്ല, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മിസ്സിസ് ക്ലിഫോർഡിനോട് പറയുകയാണ്. ഇത് കേട്ട സമയത്ത് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ എല്ലാ അസുഖങ്ങളും ഭേദമാവുകയാണ്. ലേറ്റർ മിസ്റ്റർ ഗുപ്ത വാസ് അഷെയിംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്തക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ ഒരു മടി തോന്നുകയാണ്. അതിനുള്ള കാരണം എന്തായിരുന്നു? ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് ഡെഡ് സം ഡേയ്സ് ബിഫോർ വെൻ ഹി ടോൾഡ് ഹെർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിനോട് ആ ഒരു റിങ്ങിൽ നോക്കിയിട്ട് ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ ആക്ച്വലി ഫ്രാങ്ക് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് ബറീഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തെ ഇന്ത്യയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിൻസ് മിസ്റ്റർ ഗുപ്ത ഹാഡ് ടോൾഡ് മിസ്സിസ് ക്ലിഫോർഡ് എ ലൈ ഹി വാസ് അഷെയിംഡ് ടു ഫേസ് ഹെർ. മിസ്റ്റർ ഗുപ്ത ആ മിസ്സിസ് ക്ലിഫോർഡിനോട് ആ ഒരു കളവ് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരെ മീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്, അല്ലെങ്കിൽ മടി തോന്നുകയാണ്. Then when Mr. Gupta returns to India, Maggie visits him. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് മാഗി മിസ്റ്റർ ഗുപ്തയെ വിസിറ്റ് ചെയ്യാണ്. She gives a shilling to Mr. Gupta to buy flowers to place them on her brother's grave. മാഗി ഗുപ്തക്ക് ഷില്ലിംഗ് പണം നൽകുകയാണ്. എന്തിനു വേണ്ടി? ടു ബൈ ഫ്ലവേഴ്സ്, പൂക്കൾ വാങ്ങാൻ വേണ്ടി. എന്തിനു വേണ്ടിയാണ് പൂക്കൾ വാങ്ങുന്നത്? ടു പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്, അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിനു വേണ്ടി.
അതായത് മിസ്റ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാഗി അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് ഷില്ലിംഗ് കുറച്ച് പണം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ടു ബൈ ഫ്ലവേഴ്സ്, പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു പൂക്കൾ? അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി. നമുക്കറിയാം അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലായിരുന്നു. അറ്റ് ഫസ്റ്റ് മിസ്റ്റർ ഗുപ്ത തിങ്സ് ടു ഗിവ് ബാക്ക് ദ ഷില്ലിംഗ് ടു മാഗി. മാഗി കൊടുത്തിട്ടുള്ള ആ ഒരു ഷില്ലിംഗ് തിരികെ കൊടുക്കാനും വേണ്ടി മിസ്റ്റർ ഗുപ്ത ആദ്യം തീരുമാനിക്കുകയാണ്, ചിന്തിക്കുകയാണ്. കാരണം എന്താണ്? ബിക്കോസ് മാഗി ഈസ് എ പുവർ ഗേൾ. മാഗി ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഹി നോസ് ടു ഏൺ എ ഷില്ലിംഗ് ഷീ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ ഒരു ഷില്ലിംഗ് കിട്ടാൻ വേണ്ടി അവൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാകുമെന്ന്. അതായത് ഷീ ഏൺ ദാറ്റ് ഷില്ലിംഗ് വിത്ത് സോ മച്ച് ഹാർഡ് വർക്ക്. വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടായിരിക്കും അവൾക്ക് ആ ഒരു ഷില്ലിംഗ് കിട്ടിയിട്ടുള്ളത്. But he feels it will reprieve the girl of the joy of sacrifice she was making for her dead brother. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് തോന്നുകയാണ് ആ ഒരു പണം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ട് അവൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം ഇല്ലാതാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അതായത് അവളുടെ സഹോദരനു വേണ്ടി അവൾ ചെയ്യുന്ന ആ ഒരു ത്യാഗത്തിന് അവൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു പണം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൾക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. സോ മിസ്റ്റർ ഗുപ്ത ഡിസൈഡഡ് ടു റിസീവ് ദ ഷില്ലിംഗ് ഫ്രം മാഗി ടു മേക്ക് ഹെർ ഹാപ്പി. അങ്ങനെ അവളെ സന്തോഷിപ്പിക്കാനും വേണ്ടി അദ്ദേഹം ആ ഒരു ഷില്ലിംഗ് വാങ്ങാനും വേണ്ടി തീരുമാനിക്കുകയാണ്. മിസ്റ്റർ ഗുപ്ത ഗിവ്സ് പ്രോമിസ് ടു മാഗി ദാറ്റ് ഹി വിൽ വിസിറ്റ് ദ ഗ്രേവ് ഓഫ് ഹെർ ബ്രദർ ഇൻ ഇന്ത്യ ആൻഡ് പ്ലേസ് ഫ്ലവേഴ്സ് ഓൺ ഹിസ് ഗ്രേവ്. അങ്ങനെ ആ ഒരു ഷില്ലിംഗ്, ആ ഒരു പണം മാഗിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മിസ്റ്റർ ഗുപ്ത അവൾക്കൊരു പ്രോമിസ്, ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. എന്താണ് ആ ഒരു വാഗ്ദാനം? അദ്ദേഹം ഇന്ത്യയിലുള്ള അവളുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിൻ്റെ ശവകുടീരത്തിൽ സന്ദർശിക്കുമെന്നും അവിടെ ചില പൂക്കൾ വെക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം കൊടുക്കുകയാണ്. മാഗി വാസ് വെരി ഹാപ്പി ടു ഹിയർ ദിസ് ഫ്രം മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്തയിൽ നിന്ന് ഇത് കേട്ട സമയത്ത്, ഈ ഒരു വാഗ്ദാനം കേട്ട സമയത്ത് മാഗിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഈ ഒരു കഥയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട് നാം നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ് റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി. ഈ ഒരു കഥയിൽ ഫെയ്ത്തിൻ്റെ, അതായത് വിശ്വാസത്തിൻ്റെ പങ്ക്. നമുക്കറിയാം വിശ്വാസത്തിന് ഈ ഒരു കഥയിൽ വലിയൊരു പങ്കുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്സിസ് ക്ലിഫോർഡിൻ്റെ അസുഖം മാറുന്നതും അതുപോലെ തന്നെ ദുഃഖിതയായിരുന്ന മാഗി സന്തോഷിക്കുന്നതും. ഫെയ്ത്ത് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിൽ ഫെയ്ത്തിന്, അതായത് വിശ്വാസത്തിന് വലിയൊരു പങ്കുണ്ട്. ദ സ്റ്റോറി ഈസ് സെൻറ്റേർഡ് ഓൺ ഫെയ്ത്ത്. വിശ്വാസത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കഥയുള്ളത്. സം ആർ സൂപ്പർസ്റ്റിഷ്യൻസ്. ചില വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, അതായത് സൂപ്പർസ്റ്റിഷ്യൻസ് ആണ്. മിസ്സിസ് ക്ലിഫോർഡ് റിക്കവേർഡ് ഫ്രം ദ ഡിസീസ് ബിക്കോസ് ഓഫ് ഹെർ ഫെയ്ത്ത് ഓൺ ദ റിംഗ്. മിസ്സിസ് ക്ലിഫോർഡിൻ്റെ അസുഖം ഭേദമാകാനുള്ള കാരണം ആ ഒരു റിംഗിൽ, ആ ഒരു മോതിരത്തിൽ അവൾക്കുള്ള വിശ്വാസമാണ്. അതായത് ഷീ ബിലീവ്സ് ദാറ്റ് ഇന്ത്യൻസ് ക്യാൻ സീ മിറാക്കിൾ ഇൻ ദ റിംഗ്. അവൾ വിശ്വസിച്ചിരുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു മോതിരത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. വെൻ മിസ്റ്റർ ഗുപ്ത ടോൾഡ് ഹെർ സൺ ഈസ് അലൈവ് ആൻഡ് ഓൾ റൈറ്റ് ബൈ ലുക്കിംഗ് ഇൻ ദ റിംഗ്, ഷീ ബിലീവ്ഡ് ഇറ്റ് ആൻഡ് ഹെർ ഫെയ്ത്ത് ഹെൽപ്സ് ഹെർ ടു റിക്കവർ ഫ്രം ഡിസീസ്. മിസ്റ്റർ ഗുപ്ത ആ ഒരു റിംഗിൽ നോക്കിക്കൊണ്ട് അവളുടെ മകന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മിസ്സിസ് ക്ലിഫോർഡ് അത് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവളുടെ അസുഖം ഭേദമാവുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി മാഗി വാസ് വെരി ഹാപ്പി ടു ഗിവ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് ഓഫർ ദാറ്റ് ടു ഹെർ ബ്രദർ. ഈ ഒരു കഥയുടെ അവസാനത്തിൽ മാഗി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവളുടെ സഹോദരൻ്റെ ആ ഒരു ശവകുടീരത്തിൽ വെക്കുന്നതിന് വേണ്ടി പൂക്കൾ വാങ്ങാനും വേണ്ടി കുറച്ച് പണം കൊടുത്ത സമയത്ത്. ദാറ്റ് ഫെയ്ത്ത് മേക്സ് ഹെർ ഹാപ്പി. ആ ഒരു വിശ്വാസം അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫെയ്ത്ത് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്റ്റോറി. ഫെയ്ത്തിന്, അതായത് വിശ്വാസത്തിന് ഈ ഒരു കഥയിൽ വലിയൊരു പങ്കുണ്ട്. ദെൻ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ഈ ഒരു ടൈറ്റിലിനെ കുറിച്ചാണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദി സ്റ്റോറി. ഈ ഒരു കഥയ്ക്ക് വളരെ യോജിക്കുന്ന ഒരു ടൈറ്റിലാണ്, ഒരു തലക്കെട്ടാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളത്. ഹിയർ ദ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ഈസ് ഇൻകാൽക്കുലബിൾ. ഇവിടെ ആ ഒരു പൂക്കളുടെ മൂല്യം എന്നുള്ളത് ഇൻകാൽക്കുലബിൾ, നിർണ്ണയിക്കാൻ സാധിക്കാത്തതാണ്. ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യബന്ധത്തിൻ്റെ മൂല്യമാണ് ആ ഒരു പൂക്കൾക്കുള്ളത്. മാഗി ഗീവ്സ് എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പുട്ട് ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ്.
മാഗി അവളുടെ സഹോദരൻ്റെ ശവകുടീരത്തിൽ വെക്കാൻ പൂക്കൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു ഷില്ലിംഗ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ഈസ് ബിയോണ്ട് ദ എൻ്റർപ്രൈസ്. എന്നാൽ ആ ഒരു പൂക്കളുടെ യഥാർത്ഥ വില എന്നത് പറയുന്നത് ആ ഒരു ഷില്ലിങ്ങിനൊക്കെ അപ്പുറത്താണ്. ഇറ്റ് ഗീവ്സ് ഹർ ജോയ് ആൻഡ് ഹാപ്പിനെസ്. അത് അവൾക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദവും നൽകുന്നുണ്ട്. ഇറ്റ് ഷോസ് ഹർ ലവ് ടുവാർഡ്സ് ഹർ ബ്രദർ. ഇത് കാണിക്കുന്നത് അവളുടെ സഹോദരനോടുള്ള അവളുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തെയാണ്. ദെൻ ദ തീം ഓഫ് ദ സ്റ്റോറി, ഈ ഒരു കഥയുടെ ആശയം. ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദ ലവ് ഓഫ് എ ഗേൾ ഫോർ ഹർ ഡെഡ് ബ്രദർ. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് ലവ് ഓഫ് എ ഗേൾ, ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ്, ഫോർ ഹർ ഡെഡ് ബ്രദർ, ആരോടുള്ള? അവളുടെ മരണപ്പെട്ടു പോയ സഹോദരനോടുള്ള. അതായത് മരണപ്പെട്ടു പോയ സഹോദരനോടുള്ള ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ് ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം. There are also other themes like the hardships of the poor people, the dangers of war, unfulfilled desires and dreams of the poor people and superstitions. ഈ ഒരു കഥയിലുള്ള മറ്റു ആശയങ്ങളാണ് ഹാർഡ്ഷിപ്സ് ഓഫ് ദ പുവർ പീപ്പിൾ, പാവപ്പെട്ട ആളുകളുടെ ഹാർഡ്ഷിപ്സ്, ബുദ്ധിമുട്ടുകൾ. ദ ഡേഞ്ചേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ. ദെൻ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആൻഡ് ഡ്രീംസ് ഓഫ് ദ പുവർ പീപ്പിൾ, പാവപ്പെട്ടവരുടെ പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. ആൻഡ് സൂപ്പർസ്റ്റിഷൻ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും. ഇവയൊക്കെ ഈ ഒരു കഥയുടെ ആശയങ്ങളാണ്. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കഥയെക്കുറിച്ച് നാം വളരെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കഥ നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ പുറമെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വരികയാണെങ്കിലും അതിന് ആൻസർ എഴുതാനും നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി? ഈ ഒരു കഥയുടെ തലക്കെട്ട് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റൈറ്റർ? എഴുത്തുകാരൻ്റെ പേര് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ നരേറ്റർ ഓഫ് ദി സ്റ്റോറി? ഈ ഒരു കഥയുടെ ആഖ്യാതാവ്, അതായത് ഈ ഒരു കഥ വിവരിക്കുന്നത് ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഹി എൻ ഇംഗ്ലീഷ് മാൻ? അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണോ? ദെൻ ഹൂ ഈസ് ഹി? പിന്നെ അദ്ദേഹം ആരാണ്? അതായത് ഈ ഒരു കഥ വിവരിക്കുന്ന ആഖ്യാതാവായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് ഡസ് ഹി ലിവ് ഇൻ ലണ്ടൻ? എന്ത് ആവശ്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്നത്? നമുക്കറിയാം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ്. പിന്നെ എന്ത് ആവശ്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് ഷീ? അവൾക്ക് എത്ര വയസ്സാണ്? അതായത് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള മാഗിക്ക് എത്ര വയസ്സാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഷീ ഡു? അവൾ എന്താണ് ചെയ്യുന്നത്? അതായത് അവളുടെ ജോലി എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഷീ ലൈക്ക് ഹർ ജോബ്? അവളുടെ ജോലി അവൾക്ക് ഇഷ്ടമുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ജോബ് ഡസ് ഷീ ലൈക്ക്? എന്ത് രീതിയിലുള്ള എങ്ങനെയുള്ള ജോലിയാണ് അവൾക്ക് ഇഷ്ടമുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ഹൂം ഡസ് ഷീ ലിവ്? ആരുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത്? അതായത് ആരുടെ കൂടെയാണ് മാഗി താമസിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹർ ഫുൾ നെയിം? അവളുടെ ഫുൾ നെയിം, അതായത് അവളുടെ യഥാർത്ഥ പേര് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹർ മദർ? അവളുടെ അമ്മയുടെ പേര് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് എ വിഡോ ഇൻ ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ വിഡോ, അതായത് വിധവ ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മിസ്സിസ് ക്ലിഫോർഡ് ഡു ഫോർ ഹർ ലൈവ്ലിഹുഡ്? മിസ്സിസ് ക്ലിഫോർഡ് അവളുടെ ദൈനംദിന ചെലവിന് വേണ്ടി അവൾ എന്താണ് ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൂപ്പർസ്റ്റിഷൻ? സൂപ്പർസ്റ്റിഷൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് മാഗീസ് ബ്രദർ? മാഗിയുടെ സഹോദരൻ്റെ പേര് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ഹീ? അദ്ദേഹം ആരായിരുന്നു? അതായത് മാഗിയുടെ സഹോദരൻ ആരായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ഹീ? മാഗിയുടെ സഹോദരനായിട്ടുള്ള അദ്ദേഹം എവിടെയായിരുന്നു?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ഹിം? അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അതായത് മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിന് എന്താണ് സംഭവിച്ചത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ഹി ബറീഡ്? അദ്ദേഹത്തെ എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതായത് മാഗിയുടെ സഹോദരനായിട്ടുള്ള ഫ്രാങ്കിനെ എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ ആക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? ഈ ഒരു കഥ സംഭവിക്കുന്നത് എവിടെയാണ്? അതായത് എവിടെയാണ് ഈ ഒരു കഥ സംഭവിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ സ്റ്റോറി ബിഗിൻ? ഈ ഒരു കഥ ആരംഭിക്കുന്നത് എപ്പോഴാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ ആദ്യത്തെ കഥാപാത്രം ആരാണ്? അതായത് ഈ ഒരു കഥ തുടങ്ങുമ്പോഴുള്ള കഥാപാത്രം ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഹി ഫീൽ വെൻ ദ സ്റ്റോറി ബിഗിൻ? ഈ ഒരു കഥ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇതിലെ ആദ്യത്തെ കഥാപാത്രമായിട്ടുള്ള മിസ്റ്റർ ഗുപ്തയ്ക്ക് എന്താണ് തോന്നുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദെൻ വേർ ഡസ് ഹി ഗോ? പിന്നെ അദ്ദേഹം എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം ഡസ് ഹി മീറ്റ് ഫ്രം ദ റെസ്റ്റോറൻറ്റ്? ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം ആരെയാണ് മീറ്റ് ചെയ്യുന്നത്, കണ്ടുമുട്ടുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഷീ ഡൂയിങ്? അവൾ എന്ത് ചെയ്യുകയായിരുന്നു? നമുക്കറിയാം, ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടുന്നത് മാഗിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാഗി എന്ത് ചെയ്യുകയായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം വാസ് ഷീ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട്? ആരെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്? അതായത് ആരെ കണ്ടെത്താൻ വേണ്ടിയാണ് മാഗി ശ്രമിച്ചുകൊണ്ടിരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹെർ ഇംപ്രഷൻ അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ, അതായത് മാഗിയുടെ ഇംപ്രഷൻ, ഫീലിംഗ് എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ഷീ അഫ്രൈഡ് ഓഫ് ഇന്ത്യ? അവൾ ഇന്ത്യയെ പേടിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് മാഗി ഇന്ത്യയെ പേടിക്കാനുള്ള കാരണം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് മാഗീസ് ബ്രദർ? മാഗിയുടെ സഹോദരൻ ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ഹെർ ബ്രദർ? അവളുടെ സഹോദരൻ എവിടെയായിരുന്നു? ദെൻ ഹു വാസ് ഹി? അദ്ദേഹം ആരായിരുന്നു? അതായത് മാഗിയുടെ സഹോദരൻ ആരായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാഗി ആസ്ക് മിസ്റ്റർ ഗുപ്ത വെദർ ഹി വാസ് എൻ വെജിറ്റേറിയൻ? മിസ്റ്റർ ഗുപ്ത വെജിറ്റേറിയൻ ആണോ എന്ന് മാഗി ചോദിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് മിസ്റ്റർ ഗുപ്തയോട് മാഗി നിങ്ങളൊരു വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് എ യോഗി? ആരാണ് ഒരു യോഗി? ഈ ഒരു കഥയിൽ പറയുന്നുണ്ട് ഒരു യോഗിയെക്കുറിച്ച്. ആരാണ് ഒരു യോഗി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാഗീസ് മദർ വാണ്ട് ടു മീറ്റ് എൻ ഇന്ത്യൻ? എന്തുകൊണ്ടാണ് മാഗിയുടെ അമ്മ ഒരു ഇന്ത്യക്കാരനെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹെർ കൺസെപ്റ്റ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സങ്കല്പം എന്തായിരുന്നു? അതായത് മാഗിയുടെ അമ്മയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ് ഇന്ത്യ ടു മിസ്സിസ് ക്ലിഫോർഡ്? എങ്ങനെയാണ് മിസ്റ്റർ ഗുപ്ത മിസ്സിസ് ക്ലിഫോർഡിന് ഇന്ത്യയെ വിവരിച്ചു കൊടുക്കുന്നത്? അതായത് മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെക്കുറിച്ച് മിസ്സിസ് ക്ലിഫോർഡിനോട് എന്തൊക്കെയാണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിസ്സിസ് ക്ലിഫോർഡ് ഏൺ ഫോർ ഹെർ ലൈവ്ലിഹുഡ്? എങ്ങനെയാണ് മിസ്സിസ് ക്ലിഫോർഡ് അവളുടെ ദൈനംദിന ചിലവിനു വേണ്ടി പണം സമ്പാദിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഫ്രാങ്ക് സെൻഡ് ടു ദം ഫ്രം ഇന്ത്യ? എന്താണ് ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ റിംഗ് അക്കോർഡിംഗ് ടു ദം? എന്തായിരുന്നു ആ ഒരു റിങ്ങിൻ്റെ, ആ ഒരു മോതിരത്തിൻ്റെ പ്രത്യേകത അക്കോർഡിംഗ് ടു ദം, അവരുടെ അഭിപ്രായത്തിൽ? അതായത് മാഗിയുടെയും മിസ്സിസ് ക്ലിഫോർഡിൻ്റെയും അഭിപ്രായത്തിൽ ആ ഒരു മോതിരത്തിൻ്റെ പ്രത്യേകത, ഫ്രാങ്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മോതിരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൂപ്പർസ്റ്റിഷൻ ഓഫ് മാഗി ആൻഡ് ഹെർ മദർ? മാഗിയുടെയും അവളുടെ അമ്മയുടെയും സൂപ്പർസ്റ്റിഷൻ, അതായത് അന്ധവിശ്വാസം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് മാഗി അണേബിൾ ടു ഗോ ടു വർക്ക്? എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റീസൺ ഓഫ് അഗ്രിവേറ്റിംഗ് മിസ്സിസ് ക്ലിഫോർഡ്സ് ഡിസീസ്? മിസ്സിസ് ക്ലിഫോർഡിൻ്റെ, അതായത് മാഗിയുടെ അമ്മയുടെ അസുഖം സീരിയസ് ആകാനുള്ള, കൂടാനുള്ള കാരണം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിക്വസ്റ്റ് ഓഫ് മാഗി ടു മിസ്റ്റർ ഗുപ്ത? മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട് സന്ദർശിച്ച സമയത്ത് മാഗിക്ക് മിസ്റ്റർ ഗുപ്തയോടുള്ള ആ ഒരു അപേക്ഷ, റിക്വസ്റ്റ് എന്തായിരുന്നു?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് മിസ്സിസ് ക്ലിഫോർഡ് റിക്കവർ? മിസ്സിസ് ക്ലിഫോർഡിനെ റിക്കവേർഡ്, അതായത് മിസ്സിസ് ക്ലിഫോർഡിനെ ആ ഒരു അസുഖം ഭേദമാക്കിയത് എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ ഗുപ്ത അഷെയിംഡ് ടു ഫേസ് മിസ്സിസ് ക്ലിഫോർഡ്? മിസ്റ്റർ ഗുപ്തക്ക് മിസ്സിസ് ക്ലിഫോർഡിനെ ഫേസ് ചെയ്യാൻ മടി തോന്നാനുള്ള കാരണം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് ഡിഡ് മാഗി ഗീവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? എന്തിനു വേണ്ടിയാണ് മാഗി മിസ്റ്റർ ഗുപ്തക്ക് ഒരു ഷില്ലിംഗ് കൊടുക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഡിസൈഡ് ടു റിസീവ് ദ ഷില്ലിംഗ് ഗിവൺ ബൈ മാഗി? എന്തുകൊണ്ടാണ് മാഗി കൊടുത്ത ആ ഒരു ഷില്ലിംഗ് അദ്ദേഹം സ്വീകരിക്കാൻ തീരുമാനിച്ചത്? അതായത് മാഗി ഒരു ഷില്ലിംഗ് കൊടുത്ത സമയത്ത് തുടക്കത്തിൽ അദ്ദേഹം അത് സ്വീകരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് സ്വീകരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പ്രോമിസ് ഓഫ് മിസ്റ്റർ ഗുപ്ത ടു മാഗി? മിസ്റ്റർ ഗുപ്ത മാഗിക്ക് കൊടുത്ത ആ ഒരു പ്രോമിസ്, ആ ഒരു വാഗ്ദാനം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി? ഈ ഒരു കഥയിൽ ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിൻ്റെ പങ്ക് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തീംസ് ഓഫ് ദ സ്റ്റോറി? ഈ ഒരു കഥയുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസ് ദിസ് ടൈറ്റിൽ സ്യൂട്ടബിൾ ടു ദിസ് സ്റ്റോറി? ഈ ഒരു ടൈറ്റിൽ ഈ ഒരു കഥയ്ക്ക് സ്യൂട്ടബിൾ ആണോ? എക്സ്പ്ലെയിൻ, വിവരിക്കുക.